തിരുവനന്തപുരം വെള്ളറട കിളിയൂരിൽ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തി. ജോസ് ആണ് കൊല്ലപ്പെട്ടത്. മകൻ പ്രജിൻ പോലീസ് കസ്റ്റഡിയിലാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരം ചെയ്തു. ഷഫീദ്, എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു പ്രകോപനം ഇത്തരത്തിൽ സ്വന്തം അച്ഛനെ വെട്ടിക്കൊല്ലാൻ? സുഹൈൽ, അല്പസമയം മുൻപാണ് തിരുവനന്തപുരത്ത് ഈ ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത്. വെള്ളറട, അത് കിഴക്കൻ മേഖലയാണ്. വെള്ളറട കിളിയൂരിലാണ് മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ അച്ഛനും അമ്മയും മകനും മാത്രമാണ് വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. മകൻ പ്രജിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 28 വയസ്സുകാരനാണ് പ്രജിൻ. അത്യാവശ്യം വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ നേടിയിട്ടുള്ളയാളാണ് പ്രജിൻ എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഒരു പ്രാഥമിക വിവരമായി ലഭിച്ചിട്ടില്ല. അല്പസമയം മുൻപ് വെള്ളറട പോലീസ് കിളിയൂരിലെ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മൃതദേഹം തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിന് പിന്നാലെയാണ് മകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇനി ഇക്കാര്യത്തിൽ തുടർ നടപടികൾ എന്താണ്, ഈ കൊലപാതകത്തിന് പ്രകോപനമായിട്ടുള്ള കാരണം, മറ്റ് സംഭവങ്ങൾ അതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വരും മിനിറ്റുകളിൽ വിവരം അപ്ഡേറ്റ് ചെയ്യും. അല്പസമയം മുൻപ് ഏതാണ്ട് 9:50 ഈ സംഭവം ഉണ്ടായത്. തുടർന്ന് ഈ അമ്മയാണ് ബഹളമുണ്ടാക്കി നാട്ടുകാരെ അടക്കം ഈ വിവരം അറിയിച്ചത്. ഈ വിവരം അറിഞ്ഞയുടൻ നാട്ടുകാരാണ് പോലീസിനെ വിളിച്ചത്. പോലീസ് എത്തിയാണ് ഇപ്പോൾ ഈ അച്ഛനെ അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. മകനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുമായി പോലീസ് വെള്ളറട സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്. വിശദമായി ചോദ്യം ചെയ്യണം. എന്താണ് പ്രകോപന കാരണം? ഒരു വളരെ ഇൻസ്റ്റന്റായി നടന്നൊരു കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. മാത്രവുമല്ല, ഈ മകനെ വിശദമായി സ്റ്റേഷനിൽ എത്തിച്ച ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ അടുത്ത നീക്കം. 70 വയസ്സായിരുന്നു കൊല്ലപ്പെട്ട ജോസിനുണ്ടായിരുന്നത്. അല്പസമയം മുമ്പ് മാത്രമായിരുന്നു കൊലപാതകം. അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കാരണം എന്തെന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. എന്തായാലും വിദ്യാസമ്പന്നനായ 28 വയസ്സുകാരനെ മകനാണ് സ്വന്തം അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയത്.